ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ്സൊക്കെ ഇനി വരുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 1 ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വേൾഡിൽ നമ്മൾ എന്താണ് പേരിടേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസാണ് ഓരോരോ എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും ഇടയ്ക്കൊക്കെ. ഗൈസ്, എനിക്ക് ടൈം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേറെ ഇതിനു മുമ്പിട്ട വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സീരിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുവരെയായിട്ടും ഡ്രാഗനെ കൊന്നിട്ടില്ല. അപ്പോൾ ഡ്രാഗനെ കൂടെ കൊല്ലണം ഗൈസ്, പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ചിലപ്പോൾ തൂക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ക്ഷമ നശിച്ചാൽ ഞാൻ പോയി നിർത്തിപ്പോകും ഗൈസ്. ചുമ്മാറ കേട്ടോ, നമ്മൾ മാക്സിമം നിർത്തിപ്പോവാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ നമ്മൾ കളിക്കാം ഗൈസ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് പോയി ഫുഡൊക്കെ വെട്ടാം ഗൈസ്. ഈ ഫുഡൊക്കെ വെട്ടട്ടെ. ഓക്കെ ഗൈസ്, മൈൻക്രാഫ്റ്റ് ഇതുവരെയായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇത് ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ പഠിച്ചോളൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി സ്പെഷ്യൽ എപ്പിസോഡ് ഇടുന്നുണ്ട്, അത് നിങ്ങൾ വാച്ച് ചെയ്താൽ മതി ഗൈസ്. ഓക്കെ, ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എടുത്തിടാം ഗൈസ്. നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പത്തെ ജംഗിളാണ് ഗൈസ്. ഒരു ഡോഗ് ഗൈസ്. അപ്പുറത്തുനിന്ന് പുലിമരത്തിൻ്റെ സാധനമുണ്ട്, എന്താണെന്നറിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ വുഡ് എടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നമ്മൾ വുഡ് എടുത്തു. ഈ സാധനം, ഈ പ്ലാങ്ക് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് നമ്മൾ കുറച്ച് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഉണ്ടാക്കില്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ടൂൾസ് ഉണ്ടാക്കണം ഗൈസ്. ഞാനിപ്പോൾ ഒരു പിക്കാക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, നമുക്കിപ്പോൾ അത് മതി ഗൈസ്, തൽക്കാലം അത് മതി. ഇനി നമ്മൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോണേജ് ആവണം ഗൈസ്. ഗൈസ്, ഒരു റൂയിൻ പോർട്ടൽ ഗൈസ്, ഒരു പോർട്ടൽ, റൂയിൻ പോർട്ടൽ ഗൈസ്. എന്തായിരുന്നു അതിൻ്റെ പേര്? ഞാൻ മറന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു ഗൈസ്? ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി എന്താണെന്ന്. നമുക്കിവിടെ റൂയിൻ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇത് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നതാണ് ഗൈസ്. ഇതിൻ്റെ പേര് എന്തായാലും നിങ്ങൾ പറഞ്ഞു തരണം ഗൈസ്. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഗൈസ് ഇതിൻ്റെ പേരെന്താ. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യത്തിന് സാധനങ്ങളൊന്നും അധികം കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്കിനി ആട് വേണം ഗൈസ്. ആട് ഗൈസ്, നമുക്ക് ആടിനെടുക്കാം. വല്ല വില്ലേജും കിട്ടുമായിരുന്നെങ്കിൽ വില്ലേജ് കിട്ടുമായിരുന്നെങ്കിൽ ഈസി പീസി ആയിരുന്നു ഗൈസ്. ഒരു ഷീപ്പ് കൊടുക്കും നമുക്ക്. ഈ എഫിഷ്യൻസിയിൽ ഇത് വെച്ചിട്ട് പോയി ഇതും കൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. ഇത് ഗോൾഡാണ് വേറെ കൂടും ഗൈസ്. ഇതൊരു വൂള് കിട്ടിയിട്ടുണ്ട്. ഇനി ഗൈസ് 2 സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് പാകത്തിന് എല്ലാ ഷീപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിനൊക്കെ കൊന്നാൽ മതി ഗൈസ്. അയ്യോ, എങ്ങോട്ടാ പോകുന്നത് ഗൈസ്? അയൺ, അത് കണ്ട ഗൈസ്, അത് അയണാണ് ഗൈസ്, അതാണ് അയൺ. ഓക്കെ, നിന്നെന്തായാലും കൊന്നിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അയ്യോ വുഡില്ല,
അവിടെ അവിടെ അടുത്തൊരു മരമുണ്ട്. മരം എടുക്കണം. കഴിഞ്ഞിട്ട് നമുക്ക് ആ അടി പോയിട്ട് ആ അയണം അങ്ങോട്ട് എടുത്തിട്ട് വരാം. വീഡിയോ കാണുമ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറക്കരുത്. ഓക്കെ, ഒന്നുകൂടെ പറയാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മളൊക്കെ വളർന്നു പോകുള്ളൂ. നമ്മൾ മരം ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് വുഡായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ് വെയിറ്റ്. ഓക്കെ ഗൈസ്, ഒരു നെറ്റ് ഇഷ്യൂ ആണ്. അത് നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ ഏടാണല്ലോ അവിടെ ഇരുന്നോടാ. എടാ അതല്ലേ, അതാണോ? അത് തന്നെയാണ് ഗൈസ്. അപ്പം നമ്മൾ അവിടെ കണ്ടതാണ് അയൺ. അപ്പം നമ്മൾ അയൺ ഇരിക്കട്ടെ, അല്ലെങ്കിൽ താഴെ ചത്തു. ഗൈസ് അവിടെയുണ്ട്, അതെടുക്കണ്ട. അതിന് രണ്ടാണ് ഭയങ്കര റിസ്ക്. അവിടെയൊക്കെ സോംബീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചത്തു കേവല്ലേ. നമ്മൾ വീണ്ടും ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് വുഡ് 16 വീണ്ടും എടുക്കുക. എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ് ഉണ്ടാക്കുക. ബെഡ് കിടന്നുറങ്ങണ്ടേ, നമുക്കൊരു ബെഡ് ഉണ്ടാക്കി നമ്മൾ ഇനി ബെഡ് ഉണ്ടാക്കി സെറ്റ് എല്ലാം ഓക്കെ. ഈ നമുക്ക് തുറന്നു പോകണം ഗൈസ്, നമുക്ക് തുറക്കണം. യോ ചാടി വീഴാൻ പറ്റുമോ ഗൈസ്? അങ്ങോട്ട് പെട്ടപ്പച്ചിൽ വേണ്ട ഗൈസ്. അയ്യോ ഗൈസ്, ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പം തൊല്ലേനെ നമ്മൾ ഒടുക്കത്തെ ലാബ് ഭയങ്കര. നമുക്ക് അടിയിലോട്ട് എങ്ങനെ ഇറങ്ങും? അടിയിലോട്ട് നമുക്കൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഞാൻ ആലോചിക്കട്ടെ. എവിടെയാണ് അയൺ? അവിടെയാണ് ഗൈസ്. അപ്പം നമുക്ക് സുഖമായിട്ട് ഇറങ്ങാവുന്നേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് വഴി എന്തിയുടെ അയൺ? നമുക്ക് നൈസായിട്ട് ഈ ബ്ലോക്ക് കൊണ്ട് പൊട്ടിക്കാം. യെസ് ഗൈസ്, എന്തി എന്നിട്ട് അയൺ അവിടെ? ഇതാ അടിയിലാണ് ഗൈസ് നമ്മുടെ അയൺ. അടിയിലാ. നമുക്ക് ഇത് കുഴിച്ചു പോവാ. കോളുണ്ട് ഗൈസ് ആ വഴി. നമ്മൾ സേഫ് ആയിരിക്കണം ഗൈസ്. ഇവിടെ നിന്നിട്ട് കുഴിച്ചിട്ട് പോവാ. അയൺ കണ്ടു. That's iron bro. Finally found it. Okay. Good. And നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു. And നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി ഗൈസ്. അപ്പം നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. നമ്മൾ ഈ സ്റ്റോൺ പിക്കാക്സ് വെച്ചിട്ട് ഈ അയൺ എടുക്കണം. താഴോട്ട് വീഴല്ലേടി? ഇല്ല, നമ്മളിങ്ങനെ കുഞ്ഞിരിക്കണം. കുഞ്ഞിരുന്നതിന് ശേഷം ബാക്കിയൊക്കെ എടുക്കണം ഗൈസ്. എത്രയായി ഗൈസ്? നമുക്ക് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് പോവാം, അല്ലെങ്കിൽ സേഫ് അല്ല. നമുക്കറിയോ ചിലവർക്ക്